ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ യുവേഴ്സ് ഫാറൂഖ്. ക്യാൻ ഐ സ്പീക്ക് ബഡീസിൻ്റെ പുതിയ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ കൂടെ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഉത്തമൻ ചേട്ടനാണ്. അപ്പോൾ നമുക്ക് ഉത്തമൻ ചേട്ടനിലേക്ക് പോവാം. കഴിഞ്ഞ പ്രാവശ്യം ഉത്തമൻ ചേട്ടനെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് നിരവധി ആൾക്കാർ കണ്ടിരുന്നു. താങ്ക് യു ഫോർ എവ്രി വൺ. പക്ഷേ അത് കണ്ടതിന് ശേഷം കുറേ ആൾക്കാർ അദ്ദേഹത്തിന് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങൾ തടഞ്ഞു വെച്ചു എന്ന് ഞാൻ അറിഞ്ഞു. അതിൻ്റെ കാര്യം നമുക്ക് ഉത്തമൻ ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ ഉത്തമൻ ചേട്ടാ പറഞ്ഞു. നമസ്കാരം ഫാറൂഖ്. നമസ്കാരം ഉത്തമൻ ചേട്ടാ. കഴിഞ്ഞ വീഡിയോ എനിക്ക് ഫാറൂഖ് ഇട്ടിരുന്നത് വളരെ ആളുകൾ കണ്ടു. അതിൻ്റെ ഒരു റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ അതിലൊത്തിരി വേദനകളുമുണ്ട്. കാരണം ജീവിതത്തിൽ ഒരു കലാകാരൻ എങ്ങനെയാണ്, കലാകാരൻ എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ ഒരു സ്വത്താണ്. ആ കലാകാരനെ ഇൻസൾട്ട് ചെയ്ത് ഒരിക്കലും സമൂഹം വെറുക്കരുത്. കാരണം രാഷ്ട്രീയക്കാരുണ്ട്, എത്രയോ സാമൂഹ്യ പ്രവർത്തകരുണ്ട് നമ്മുടെ നാട്ടിൽ, എത്രയോ സാമ്പത്തികമായിട്ട് ഉയർന്നിരിക്കുന്ന എത്ര പേരുണ്ട്. അവരോടെല്ലാം ഒരു നേരത്തെ മരുന്നിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചോദിച്ചത്. ഇവനെന്താ വെയിലെടുത്ത് ജീവിച്ചുകൂടെ? തടിയും തൻ്റെ ഇടമുണ്ട്. എനിക്ക് നല്ല മനസ്സുണ്ട്. ഒരു പ്ലേറ്റ് കഴുകാനാണെങ്കിലും ഒരു കടയിൽ പോകാനാണെങ്കിലും എല്ലാത്തിനും നല്ലൊരു മനസ്സുണ്ട്. പക്ഷേ എൻ്റെ ശാരീരികാവസ്ഥ ആർക്കും അറിയില്ല. പ്രഷർ, കൊളസ്ട്രോൾ, അങ്ങനെ ഒത്തിരി അസുഖം, ഒരു കിഡ്നി, ക്രിയാറ്റിൻ പ്രശ്നങ്ങൾ, ഇപ്പോൾ CT സ്കാൻ, എൻഡ്രോസ്കോപ്പി, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ തളർന്നു പോയി. എനിക്ക് മെഡിസിൻ മേടിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഞാൻ 1-2 കലാകാരന്മാരോട്, പേരെടുത്ത് ഞാൻ പറയുന്നില്ല, കലാകാരന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്ന സംസാരങ്ങൾ ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടതുകൊണ്ട് മാത്രം എനിക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടായി. ഒരു കാലഘട്ടത്തിൽ ഞാൻ എന്നും കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ ഓടി നടന്നൊരു ഡാൻസ് മാസ്റ്ററാണ് ഞാൻ. അന്നും ഒരു വീട്, അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അവരോട് ഒരു ദക്ഷിണ പോലെ പൈസ മേടിച്ചിട്ടുള്ളത്. ഇന്ന് എനിക്ക് 2 നില വീടില്ല, കാറില്ല, ഒന്നുമില്ല. പക്ഷെ ആ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഞാൻ ഇന്നുവരെ കോഴ വാങ്ങിച്ചിട്ടുമില്ല. കോഴ വാങ്ങിച്ചിരുന്നെങ്കിൽ ഇന്ന് മറ്റുള്ളവരുടെ കയ്യിൽ ഞാൻ കൈ നീട്ടേണ്ട കാര്യവുമില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നു. ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി. എൻ്റെ വൈഫ് മരിച്ചു, കിഡ്നി ഫെയിലറായിരുന്നു, ബ്ലഡ് ക്യാൻസറായി മരിച്ചു. എൻ്റെ വീട് വരെ ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്നു. ഈ സമയത്ത് സഹായിക്കേണ്ടവരും എന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടവരും അവരെന്നെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ നാട്ടിൽ ആർക്കും അറിയില്ല ഞാനിവിടെ പട്ടിണി കിടക്കുന്നതോ അല്ലെങ്കിൽ ഒരു നേരത്തെ മരുന്നിനോ ആരെങ്കിലും, പിന്നെ സഹപ്രവർത്തകരാരെങ്കിലും, കുറച്ച് പേര്, ഈ പരിസരത്തുള്ള കുറച്ച് പേര്, എൻ്റെ അയൽവാസികൾ, എല്ലാവർക്കും അറിയാം ജീവിതത്തിൽ ഞാൻ എന്താണ് ഏതാണെന്ന്. ഒരു സീറോയുടെ വക്കിലെത്തി. എൻ്റെ വൈഫ് മരിച്ചതിന് ശേഷം മാനസികമായിട്ട് ഞാൻ തളർച്ചയിലേക്ക് വന്നപ്പോൾ എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ മകനും ഓച്ചിറ സജി എന്ന് പറയുന്ന ഫേമസ് ആർട്ടിസ്റ്റ്, എൻ്റെ ചേച്ചിയുടെ മരുമകൻ ദിനേശ് ചുനക്കര, പുള്ളിയും കൂടി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മാനസികമായിട്ട് നിൽക്കുന്ന സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു. എന്നെ ഇവിടം വരെ എത്തിച്ചത് അവർ 2 പേരുമാണ്. പിന്നെ എനിക്കെന്നും പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ നമ്മുടെ സെലിബ്രിറ്റിയായ സീമാജി നായർ, സുനീഷ് വാർനാട്, പുന്നപ്ര മധു, അതുപോലെ ഓച്ചിറ സജി, അങ്ങനെയുള്ളവരെന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഇന്നുവരെ അവരെന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. കാരണം ഇപ്പോഴും അവർ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളാണ്. അപ്പോൾ എൻ്റെ ഫീൽഡിലുള്ളവരിങ്ങനെ ഒരു എന്ത് നികൃഷ്ടഭാവത്തിൽ കാണുമ്പോൾ എനിക്ക് മാനസികമായിട്ട് തളർച്ചയെ ഉണ്ടാകുന്നുള്ളൂ. ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജഡ്ജ്മെൻറ്റ് ഫീൽഡിലായാലും ഡാൻസ് ഫീൽഡിലായാലും മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന എന്നെ ഇത്രയും ഇൻസൾട്ട് ചെയ്തപ്പോൾ മാനസികമായിട്ട് സഹായിച്ചില്ലെങ്കിലും ആ വ്യക്തി ഒരിക്കലും ഒരു കലാകാരനെ, ഇന്നെനിക്കാണെങ്കിൽ നാളെ മറ്റൊരാൾക്ക് കാലചക്രം കറങ്ങി വരുമ്പോൾ അത് നാളെ മറ്റൊരാൾക്കാണെങ്കിൽ അവരെ കൈത്താങ്ങോട് കൂടി പിടിച്ചു നിർത്തേണ്ടതാണ് കലാകാരന്മാർ. കലാകാരൻ എന്ന് പറഞ്ഞ സമൂഹത്തിൻ്റെ പൊതുസ്വത്താണെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ മറ്റുള്ളവരോ ഇത് അറിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാഴ്ചയോളം ഞാൻ ശരിക്കും പട്ടിണിയുടെ അവസ്ഥയിലെത്തിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പ്രസാദ്ജി, പൊന്നാടുള്ള പ്രസാദ്ജി, സേവാഭാരതിക്കാരോട് വിളിച്ച് പറഞ്ഞു അവർ കുറച്ച് അരി സാധനങ്ങൾ, പഞ്ചസാര, തേയില ഉൾപ്പെടെ എൻ്റെ വീട്ടിൽ കൊണ്ടെത്തിച്ചു. അതിൽ വലിയ നന്ദിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കെങ്കിലും തോന്നിയല്ലോ. ബാക്കി എത്രയോ പേരുണ്ട്. ഒരു നേരത്തെ മരുന്നിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരോടും സാമൂഹ്യ പ്രവർത്തകർക്കും എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ
ഇന്നും ഞാൻ ജീവിച്ചു പോകുന്ന വെള്ളിയാഴ്ചകൾ തോറും ഓരോ പള്ളികളിൽ എൻ്റെ മരുന്ന് തീരുമ്പോൾ ഓരോ പള്ളികളിലും അത് ഓരോ പള്ളികളിലും പറഞ്ഞിട്ട് അവർ പിരിവിട്ട് തരുന്ന പൈസ കൊടുത്താൽ ഞാൻ ഇന്നും മരുന്ന് മേടിക്കുന്നു. അതാണോ ഒരു കലാകാരന്? ഉത്തമൻ ചേട്ടനെ കുറിച്ച് ഞാൻ അറിഞ്ഞതാണ്. അതും എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത്, ഉത്തമൻ ചേട്ടന് വിശന്നിട്ട് സഹിക്ക വയ്യാണ്ട് ഒരിക്കൽ അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം ചോദിച്ചു മേടിച്ച് കഴിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. അത് എനിക്ക് ശരിക്കും വിഷമമുണ്ടായി. അതുകൊണ്ടിട്ട് വേണ്ടി കൂടെ മാത്രമാണ് ഞാൻ ഉത്തമൻ ചേട്ടനോട് വീണ്ടും വന്നത്. ഇപ്പോൾ ഉത്തമൻ ചേട്ടൻ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു ഈ കാര്യം, ഫാറൂഖ് ഇന്ന പോലെ ഓരോ കാര്യങ്ങളുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അത് ഓരോ സമയം അത് ചേട്ടൻ്റെ ഭാര്യയുടെ മരണശേഷമാണോ ഇങ്ങനെ ഇത് സംഭവിച്ചത് എന്നൊന്ന് വിശദീകരിക്കാമോ? എൻ്റെ വൈഫ് എനിക്കെല്ലാം താങ്ങും തണലുമായിട്ട് തന്നെയാണ് ഫാറൂഖ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പുള്ളിക്കാരത്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ഞാൻ വന്നത്. വന്ന സമയത്ത് എനിക്ക് മാനസികമായിട്ട് ഒത്തിരി ടെൻഷൻ ഉണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആരുമല്ല, എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ മോളെ കെട്ടിച്ചേർക്കണ ദിനേശ് ചുനക്കര, അവനും ഓച്ചിറ സജി, സുനിലാൽ എന്ന വ്യക്തികൾ, അവർ മൂന്നും എന്നെ താങ്ങി നിർത്തിയത്. കാരണം അത്രയ്ക്കും ജിമ്മിച്ചേട്ടൻ ഇങ്ങനെ ജീവിക്കേണ്ട ആളല്ല, ജിമ്മിച്ചേട്ടനെ കുറേ ഹാപ്പി ആവുക. കാരണം പുള്ളിക്കാർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി. പക്ഷേ എന്നും കടപ്പാടുണ്ട് ഈ 3 വ്യക്തികളോടും. എനിക്കെന്നും കടപ്പാടുകൾ മാത്രമേ ഉള്ളൂ ഫാറൂഖ്. കാരണം അവരാ എന്നെ പിടിച്ചു നിർത്തി. പിന്നെ എനിക്ക് മനസ്സ് തുറന്ന് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന സീമാജി നായർ, ആ ഒരു വ്യക്തി അതെൻ്റെ ആരുമല്ല, അവരൊരു സെലിബ്രിറ്റിയാണ്. പക്ഷേ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചാരിറ്റി ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയോടുകൂടി എനിക്ക് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ ഓരോ കൂട്ടുകാരും പിന്നെ ഡാൻസ് ഫീൽഡിൽ നിന്ന് വിട്ടു നിന്ന് എന്നെ കൈപിടിച്ചുയർത്തി വീണ്ടും കൊണ്ടുവന്നത് പ്രിൻസ്, ഓമനപ്പുഴയിലുള്ള പ്രിൻസ്. അവനാണ് എന്നെ ഓരോ സ്കൂളുകളിലും കൊണ്ട് ആനിവേഴ്സറി ക്ലാസ്സുകൾക്കാണെങ്കിലും പഠിപ്പിച്ച് അവൻ അതിൻ്റെ ഒരു ഇൻകം എനിക്ക് തന്ന് 1,70,70,000 രൂപ അടുത്ത് ഞാൻ കടം വീടുകയും എൻ്റെ മിനി കടങ്ങൾ കിടക്കുന്നു. എന്നാലും എന്നെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്നവരെന്നും ഞാൻ മറക്കില്ല. പക്ഷേ ഒരു നേരത്തെ ആഹാരം തന്നില്ലെങ്കിലും ഒരു മനുഷ്യനെ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യരുത്. അത് നിറക്കണ്ണുകളോടും ഹൃദയം പൊട്ടുന്ന ഒരു മനസ്സോടും കൂടിയാണ് ഈ ഉത്തമൻ ചേട്ടൻ എന്ന ജിമ്മി കലോർ പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മിമിക്സ് വേദികളിൽ പാടിക്കൊണ്ടിരുന്നത് ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പോഴും എന്നെ എല്ലാവരും അറിയപ്പെടുന്നത് ആ ഒരു ഐഡൻറ്റിറ്റിയിൽ തന്നെയാണ്. പിന്നെ ഫാറൂഖ് എൻ്റെ അടുത്ത് ചോദിച്ചതുപോലെ ശരിയാ, എനിക്കൊരു നേരത്തെ ആഹാരത്തിന് വല്ലാതെ വിശന്ന് തളർന്ന് കിടന്നപ്പോൾ ഞാൻ അടുത്ത വീട്ടിൽ പോയി ആഹാരം മേടിച്ച് കഴിച്ചതും അതുമെല്ലാം ശരിയാ. ആരും അറിഞ്ഞിട്ടില്ല, ഇവിടങ്ങളിൽ ഈ പരിസരത്ത് ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ കയറി ചെല്ലാൻ പറ്റുന്ന 1-2 വീടുണ്ട്, അവരെയും ബുദ്ധിമുട്ടിക്കാറില്ല. നമ്മുടെ നാടറിയാമല്ലോ, അന്നന്ന് വേലയെടുത്ത് കഴിയുന്നവരാണ്, സാമ്പത്തിക സ്രോതസ്സുള്ളൊരു നാടല്ല. അപ്പോൾ ആരോടെങ്കിലും നമ്മൾ ഒരു നേരത്തെ മരുന്നിന് ചോദിച്ചാൽ അത് 1 രൂപയെങ്കിലും എനിക്ക് തരികയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. പക്ഷേ എന്നെ ആരും അറിയുന്നില്ല. ഞാനെപ്പോഴും ഒരു ക്ഷീണമില്ലാത്തൊരു മനുഷ്യനെ പോലെ ഫിസിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല ഒരുങ്ങിപ്പോകുമ്പോൾ. പക്ഷേ എല്ലാ അസുഖങ്ങളും ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. ചിരിച്ചും കളിച്ചും എല്ലാവരുടെ മുന്നിൽ എവിടം വരെയും പോകും. അവിടെ ചെന്ന് ഇടിച്ച് നിൽക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഈശ്വരനോട് എനിക്കുള്ളൂ. കാരണം ആ ഒരു സിറ്റുവേഷനിലൊക്കെ എൻ്റെ ജീവിതം 2 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ. അവിടെയെല്ലാം എൻ്റെ ഈ മരുമകൻ എന്ന് പറഞ്ഞാൽ ദിനേശ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ സജി ഓച്ചിറ, കടപ്പാടുകൾ ഒത്തിരി ഉണ്ട് എനിക്ക്. ഓക്കെ ഉത്തമൻ ചേട്ടാ, ഞാൻ വീണ്ടും വേറെ ഒരു കാര്യമായിരുന്നു. ഉത്തമൻ ചേട്ടൻ വഴിയിൽ കൂടെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ കളിയാക്കുന്നു എന്നൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയും കൂടെ 2 വിശദീകരണം തരുവാണെങ്കിൽ എനിക്കിത് ജനങ്ങളിലേക്ക് അറിയിക്കാം. ഈ നമ്മളോട് ഇപ്പം ഉത്തമൻ ചേട്ടനോട് പോലുള്ള കലാകാരന്മാർക്ക് നേരിടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് മറ്റ് ജനങ്ങളിലേക്ക് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പം നമ്മളോട് ഇങ്ങനെ കാണുന്ന ആൾക്കാർ അത് ഷെയർ ചെയ്തോളൂ. അപ്പോൾ ഉത്തമൻ ചേട്ടൻ ഇത് അറിയിക്കുവാണെങ്കിൽ അധികൃതരിലേക്ക് ഇത് ഓൾറെഡി എത്തും. അതിന് വേണ്ടിയിട്ടും കൂടെയാണ്. അപ്പോൾ ഉത്തമൻ ചേട്ടൻ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കോളാം. അത് ഓപ്പൺ മൈൻഡിൽ തന്നെ ഞാൻ പറയണോ ഫാറൂഖ്? കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചാനൽ, വ്ളോഗർ ഫാറൂഖിൻ്റെ ഒരു ചാനലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫാറൂഖ് ഞാൻ പറഞ്ഞു വരുമ്പോൾ അത്
ഉത്തമൻ ചേട്ടാ, ഞാൻ എനിക്ക് വരുന്ന വിഷമങ്ങള് ഉത്തമൻ ചേട്ടാ, ഞാൻ ഈ പറയുന്നത് മിക്കവരും നേരിടുന്ന ഒരു പ്രശ്നമാണത്. മിക്ക ഡാൻസേഴ്സ് ഓക്കെ, ഡാൻസേഴ്സ് നേരിടുന്ന ഒരു പ്രശ്നമാണത്. പക്ഷെ അത് ഉത്തമൻ ചേട്ടൻ അത് വളരെ ഉത്തമൻ ചേട്ടൻ്റെ വിഷമങ്ങൾ മാത്രം ചെറുതായിട്ട് പറയുക. ആരെയും പേര് മെൻഷൻ ചെയ്ത് പറയാൻ ഞാൻ പറയുന്നില്ല, എന്നാലും മാത്രം ജസ്റ്റ് ഒന്ന് പറയുക. ഞാൻ പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഈ ഡാൻസേഴ്സിനെ കുറിച്ചൊരു ഐഡന്റിറ്റി ഉണ്ട് ഫാറൂഖെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവര് മറ്റുള്ള തരത്തിൽ പോകുന്നതാണ്. ഇപ്പൊ ഞാൻ ഓപ്പൺ മൈൻഡിൽ പറയാം, എനിക്ക് എന്ത് വന്നാലും ശരി, അവര് സെക്സ് വർക്ക്. ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ കൊള്ളുന്ന ഒരു രീതിയിലുള്ള വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ശരിക്കും അതുകൊണ്ടിട്ടാണ് നിങ്ങളെ ഞാൻ ഓൾറെഡി ഈ ചേട്ടൻ്റെ പ്രശ്നങ്ങൾ, ഈ കലാകാരൻ്റെ പ്രശ്നങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുന്നത്. ഈ കലാകാരനെ ഏറ്റവും കൂടുതൽ കൂടെ നിന്നിട്ടുള്ള വേറെ ഒരു കലാകാരനാണിത്, ദിനേശ് ചുനക്കര. ഇദ്ദേഹത്തെ നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത്, വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഇപ്പം ഇതേപോലെ നീറുന്ന കലാകാരന്മാർ കുറേ ഉണ്ടാവും, നമ്മൾ അറിയുന്നില്ല, അവരുടെ പ്രശ്നങ്ങൾ അവർ പുറത്തോട്ട് കൊണ്ടുവരുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അവരുടെ ഒരു ചെറിയ പ്രശ്നങ്ങളെങ്കിലും നമുക്ക് തീർത്തു കൊടുക്കാൻ പറ്റിയ നമുക്ക് നല്ലൊരു കാര്യമാണത്. അപ്പം എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ യുവേഴ്സ് ഫാറൂഖ് സൈനിങ് ഓഫ്. ബൈ.